മക്കളെ, എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ വർഷം ന്യൂ സിലബസ് ആണല്ലേ. കഴിഞ്ഞ വർഷത്തെ ബുക്കല്ല, നിങ്ങൾക്ക് ഈ വർഷം പുതിയ ബുക്കാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ബുക്ക് പരിചയപ്പെടാം. നമുക്ക് ആ പുതിയ ബുക്കൊന്ന് കാണണ്ടേ? ആ ബുക്കാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പുതിയ ബുക്ക് വളരെ മനോഹരമായ ബുക്കാണ്. വലിയ ചാപ്റ്ററുകളൊക്കെയാണ് പഠിക്കാൻ അത്യാവശ്യമുള്ള അത്യാവശ്യം പഠിക്കാനുള്ളൊരു ബുക്ക് തന്നെയാണിത്. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് പിക്ചർ. പിന്നെ ഇതാ ഇനി നമുക്ക് ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഇതിൽ വരുന്നത് നോക്കാം. അനുക്രമണിക, ശീർഷക്, പ്രോക്തി, രചനാകാർ, പൃഷ്ഠസംഖ്യ. ഇക്കായി ഏക്ക് ഗുലേ ദിൽസെ. ഇതിൽ ഇക്കായി ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റിൽ ഗുലേ ദിൽസെ എന്ന യൂണിറ്റാണ് കേട്ടോ. യൂണിറ്റിൻ്റെ പേരാണ് ഗുലേ ദിൽസെ. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കവിതയും ഒരു കഹാനിയുമാണ്. പിന്നെ അതിൻ്റെ നേരെ താഴെയോ വീണ്ടും കവിത വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കവിത ഉണ്ട് നോക്കാം. 2 കവിതയാണ് വരുന്നത്. ഒന്നാമത്തെ യൂണിറ്റിലും ഒരു കവിത വരുന്നുണ്ട്, രണ്ടാമത്തെ യൂണിറ്റിലും വരുന്നുണ്ട് അതുപോലെ ഒരു കവിത. അപ്പോൾ 2 കവിതയും പിന്നെന്താണ് ഒരു കഹാനി. ഇവിടെ ലോകകഥ, കഹാനി, 3 കഹാനിയാണ് പഠിക്കാനുള്ളത്. 2 കവിതയും 3 കഹാനിയും പിന്നെ ഒരു സംസ്മരൺ. ഇത്രയാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം ആരുടെ കവിതയാണെന്ന്. നീലി ചിടിയ എന്നാണ് ഫസ്റ്റ് പഠിക്കാനുള്ള കവിതയുടെ പേര്. ഹരിവംശ് റായ് ബച്ചനാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. രൂരു എന്നാണ് രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര്. അതൊരു കഥയാണ്. പാരോ ആനന്ദാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ബാദൽ എന്ന കവിത ഡോക്ടർ ശ്രീ പ്രസാദ് ആണ് ബാദൽ എന്ന കവിത എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് അനൂട്ടി ഝാങ്കിയാം. അടുത്തതായിട്ട് സീഗടി മച്ചലി സൂക്കി ക്യോം നെഹീം എന്ന ഒരു ലോകകഥയാണ് പഠിക്കാനുള്ളത്. ലോകകഥ എന്ന് പറഞ്ഞാൽ നാടോടിക്കഥ. പഞ്ചേ മങ്കേഷ് റാവാണ് ഈ ലോകകഥ എഴുതിയിരിക്കുന്നത്. മക്കളെ, നിങ്ങൾക്ക് എത്ര കഥയാണ് പഠിക്കാനുള്ളത് അല്ലേ? 3 കഥയുണ്ട്. ഇവിടെ ഒരു കഥ, ഇതിൽ രണ്ടാമത്തെ യൂണിറ്റിൽ 3 കഥയും പിന്നെന്താണ് 2 കവിതയും ഒരു സംസ്മരണം. 3 കഥ പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രസകരമായിട്ടുള്ള കഥകൾ, ഹിന്ദിയിൽ നല്ല കഥകൾ പഠിക്കാൻ പറ്റും. ഇനി അടുത്തത് 3ാമത്തെ യൂണിറ്റിൽ മീട്ടാ സന്തര എന്ന് പറഞ്ഞിട്ടുള്ള സംസ്മരണാണ്. യായാവറാണ് ഈ സംസ്മരൺ എഴുതിയിരിക്കുന്നത്. സംസ്മരൺ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പാണ് സംസ്മരൺ. അടുത്തത് ചലേം എന്ന കഹാനിയാണ്. കഹാനി സാരിക ടാക്കൂറാണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചാപ്റ്ററിൻ്റെ പേരൊക്കെ നോക്കി. ഇനി നമുക്ക് എങ്ങനെയാണ് ആ ചാപ്റ്റർ, അതിൻ്റെ പിക്ചറൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ? നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പേരും ക്ലാസ്സും സ്കൂള് ജില്ല അത്രയും ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. 5ാം ക്ലാസ്സിൽ നിങ്ങൾ ഇതൊക്കെ ഫില്ല് ചെയ്തതാണ് അല്ലേ. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് താഴോട്ട് വരാം. നിങ്ങളുടെ ചാപ്റ്റർ ഇക്കായി 1 ഗുലേ ദിൽസേ എന്നാണ് നിങ്ങളുടെ ഇക്കായി 1ാമത്തെ യൂണിറ്റിൻ്റെ പേര്. ഇതിലെല്ലാവരും ഹാപ്പി ആയിട്ടാണുള്ളത് അല്ലേ? ഈ പിക്ചറിൽ കണ്ടോ, വളരെയധികം ഹാപ്പി ആയിട്ടാണുള്ളത്. സബ് ഖുഷി മേഹേ ഇവിടെ എഴുതിയിട്ട് തന്നെ ഉണ്ട്. എന്താണ്, എല്ലാവരും ഹാപ്പിയിലാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഉണ്ടോ അവിടെ താഴെയുള്ള പിക്ചറിലൊക്കെ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണുള്ളത്. നീലി ചിടിയ, നിങ്ങളുടെ കവിതയുടെ പേര് നമ്മൾ നേരത്തെ വായിച്ചതാണല്ലേ, നീലി ചിടിയ. ഇതാണ് നിങ്ങളുടെ നീലി ചിടിയ. കണ്ടോ, നീലി ചിടിയ എന്ന നിങ്ങളുടെ നീലി ചിടിയ എന്ന കവിത. ഈ കവിതയിൽ ഇവിടെ 4 ഇവിടെ 4 12 ലൈൻ ഇപ്പം തന്നെ ആയില്ലേ. 12ഉം 16 20 ലൈന് 20 ലൈനുകളുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കവിതയ്ക്ക്. അപ്പം അത്യാവശ്യം വലിയ കവിത തന്നെയാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കേണ്ടി വരും. അർത്ഥങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. പിന്നെ ഇതിൽ കുറച്ച് അത്യാവശ്യം എന്തുണ്ട്, വർക്കുകളും ചെയ്യാനുണ്ട്. കണ്ടോ, അത്യാവശ്യം വർക്കുകളും നിങ്ങൾക്കിതിൽ ചെയ്യാനുണ്ട്. അപ്പം ആദ്യം മുതലേ ക്ലാസ് കണ്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാതെ ചെയ്യാനും എക്സാം ചെയ്യാനും അതുപോലെ തന്നെ മാർക്ക് വാങ്ങാനൊക്കെ പറ്റും. എല്ലാവരും ഹിന്ദി വിന്നർ ചാനൽ കാണുക.
ക്ലാസ് കാണുക, പഠിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ. ഉണ്ട്, അത്യാവശ്യം വർക്കുകളുണ്ട്. നമ്മളിപ്പോൾ നോക്കിയത് ഫുള്ള് വർക്കാണ്, നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് ആ നോക്കിയത് ഫുള്ള്. ഇനി നമുക്ക് അതിൻ്റെ മീനിങ് ആണ് താഴെ തരുന്നത്, ആ ചാപ്റ്ററിൻ്റെ മീനിങ്. പിന്നെ രണ്ടാമത്തെ കഹാനിയാണല്ലോ, കഹാനി രൂരു കഹാനി പറഞ്ഞല്ലേ. ഈ കഹാനി നോക്കും മക്കളെ, ഇതും വലിയൊരു കഹാനിയാണ്. ഇപ്പം നമ്മളിവിടെ നോക്കിയില്ലേ, അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ പിക്ചറുണ്ട്, അത് കഴിഞ്ഞിട്ട് നേരെ താഴോട്ടേക്ക് വരുമ്പോൾ അതാ വീണ്ടും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ട്, ഇനിയും ഉണ്ട്, ഇത് കഴിഞ്ഞാൽ അതാ ഇനിയും ഉണ്ട്. അപ്പം ഏകദേശം ഒരു വലിയ കഹാനി തന്നെയാണ് നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കാൻ തന്നിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ കഹാനി ഇവിടെ അവസാനിച്ചിട്ടില്ല, ഇപ്പോഴാണ് കഹാനി അവസാനിച്ചത്. കണ്ടോ, അപ്പം അത്യാവശ്യം വലിയ കഹാനി തന്നെയാണ് പഠിക്കാനുള്ളത്. അതിലും ഏകദേശം നല്ലൊരു ആക്ടിവിറ്റി തന്നെ ഉണ്ട്. ഇവിടെ ആക്ടിവിറ്റി ചെയ്യാനുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ആക്ടിവിറ്റി ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ്. ബാച്ചിത്ത് എഴുതാനുണ്ട്. കണ്ടോ, ബാച്ചിത്ത്, ബാച്ചിത്ത് ആകെ ബഡായേ. ബാച്ചിത്ത് പറഞ്ഞാൽ അറിയില്ലേ, സംഭാഷണം എഴുതാം. സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെന്താ, ഡയറി ആണല്ലേ അത്, ഇത് ഡയറി അല്ലേ. ദുനിയ കിത്തനി ബഡി കിത്തന സുന്ദർ കിത്തനെ സാരെ രംഗ ആവാസയും കിത്തനി ഖുഷ്ബു ലിഖേം ക്യാ ക്യാ ദേഖേ. എന്തൊക്കെയാണ് കണ്ടത് എന്ന് എഴുതാനാണ് അല്ലേ. ലിഖേം ക്യാ ക്യാ ദേഖേ, നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത് എന്ന് ഇവിടെ എഴുതാം. പോസ്റ്റർ തയ്യാറാക്കാനുണ്ട്. രൂരു എന്ന കഹാനിയിലെ മീനിങ് ആണ് ഇനി വരുന്നത്. ഉണ്ടോ, അത്യാവശ്യം മീനിങ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ള വാക്കുകൾ ഒരുപാടുണ്ട് എന്നർത്ഥം. കണ്ടില്ലേ, ഇത്രയും മീനിങ്ങുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇത് കണ്ടൊന്നും ആരും ടെൻഷൻ ആവണ്ട, നമുക്കെല്ലാം പഠിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഹിന്ദി വായിക്കാൻ പഠിക്കുക, അക്ഷരങ്ങൾ പഠിക്കുക, ചിഹ്നങ്ങൾ പഠിക്കുക. അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള വീഡിയോയും ഹിന്ദി വിന്നറിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് നിങ്ങൾ കണ്ടിട്ട് പഠിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം തന്നെ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററുമായിട്ട് കാണാം.